സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഭൂതം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നുണ്ട്. കർണാടകയിൽ ആണ് ആദ്യം പറഞ്ഞത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു, അതിനുശേഷം മഹാരാഷ്ട്രയിൽ അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ കേരളത്തിലും അങ്ങനെ തന്നെയാണ്. സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണെന്ന് ഇവിടെയുള്ള ചാനലുകളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അവരതിന് മറുപടിയും പറയുന്നുണ്ട്. ഇത്രയും വോട്ട് കള്ള വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി തൂങ്ങിച്ചാവണം, നിങ്ങൾ എന്ത് ചെയ്യുകയെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അപ്പോ അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് കള്ള വോട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ മാത്രം 3 ലക്ഷത്തിന് പുറത്ത് കള്ള വോട്ടുണ്ടെന്ന് BJP-കാരൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇലക്ഷൻ സംവിധാനം, അതായത് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും ഇന്ത്യയിലെ ജനാധിപത്യവും എല്ലാം സംശയത്തിന്റെ നിഴലിലാണ്. ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാം സംശയത്തിന്റെ നിഴലിലാണ്. മോഡിയെ താങ്ങുന്ന കുറെ ചാനലുകളും അവരുടെ ഭരണവും വന്നതിന് ശേഷം ഇന്ത്യയിൽ മൊത്തത്തിൽ സ്വജനപക്ഷപാതവും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറികളും വിഭാഗീയതയും ജാതി തിരിച്ചുള്ള അക്രമങ്ങളും വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ കൊല്ലുന്നു, മുസ്ലിങ്ങളെ ചുട്ടുകൊല്ലുന്നു, അവരുടെ കെട്ടിടങ്ങളെ ഇടിച്ചു നിരത്തുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ബുൾഡോസർ ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അവർക്കിഷ്ടമല്ല. ഒന്നുകിൽ ഭയപ്പെടുത്തി നിശബ്ദരാക്കുക, അല്ലെങ്കിൽ ഭയപ്പെടുത്തി BJP-ക്കാരാക്കുക. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ അജണ്ട. അപ്പോൾ ഇതിന് പലരും തയ്യാറാകുകയാണ്. അത് ജുഡീഷ്യറി ആവട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തികളാകട്ടെ, ആരെയായിരുന്നാലും അവരിങ്ങനെയാണ് ഭീഷണിപ്പെടുത്തും. ഏത് രീതിയിലും ഭീഷണിപ്പെടുത്തും. ഒന്നുകിൽ നിശബ്ദരായിരിക്കുക, അല്ലെങ്കിൽ BJP ചേരുക, അല്ലെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ അഹങ്കാരമെല്ലാം അവർ പുറത്ത് കാണിക്കുന്നുമുണ്ട്. ചാനലുകളിലൊക്കെ വന്ന് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അവർ കാണിക്കുന്നത് എന്താണ്? അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്തോ, നിങ്ങളെ കൊണ്ട് ഒക്കുമെങ്കിൽ കേസ് കൊടുത്തോ. കേസ് എന്ന് പറയുന്നത് അവരുടെ കസ്റ്റഡി. അവർ പറയുന്നതാണ് കേസ്. അവർ പറയുന്നതാണ് ന്യായാധിപന്റെ വിധി പ്രസ്താവന വരുന്നത്. അവർ പറയുന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ അവരെല്ലാം മോഡി പറയുന്നത്, അമിത്ഷാ പറയുന്നതും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവർ ഭരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇന്ത്യയിലെ ഭരണ സംവിധാനം ഈ സംഘികളുടെ കയ്യിൽ വന്നതിന് ശേഷം 8 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ സമ്പന്നരായ വ്യവസായികളുടെ ഗവൺമെന്റ് എഴുതിത്തള്ളി, കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളി. എന്തുകൊണ്ട് എഴുതിത്തള്ളി? അതേസമയം ഇന്ത്യയിലെ ഒരു പാവപ്പെട്ടവൻ 50,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അവന്റെ വീട് ജപ്തി ചെയ്യും, അവനെ അറസ്റ്റ് ചെയ്യും, അവനെ അകത്താക്കും. അപ്പോൾ ഇവിടെയുള്ള സമ്പന്നരായ വ്യവസായികളുടെ 8 ലക്ഷം കോടി എഴുതി തള്ളിയിട്ട് ഇവിടെ എത്ര ചാനലുകളാണ് ചർച്ച ചെയ്തത്? എന്തുകൊണ്ടാണ്? നിങ്ങളൊക്കെ ഉറങ്ങിപ്പോവാ. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? സത്യം പറയാനുള്ള തൻ്റെ ഇടം വേണം, അതിനുള്ള കഴിവ് വേണം, അതിനുള്ള ആഴത്വം വേണം. അതില്ലെങ്കിൽ ചാനലുകൾ നിർത്തണം. നിങ്ങൾ വനവാസത്തിന് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഒത്തൊരുമിച്ച് നിന്ന് ഇന്ത്യയുടെ പഴയ മാതൃക, ഇവിടെ ജീവിക്കാനുള്ള, നമുക്ക് പ്രവർത്തിക്കാനുള്ള ഭരണഘടന അനുവദിച്ച അവകാശങ്ങൾ പിടിച്ചു പറ്റണം. ഇവിടെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കണം. ഇവിടെ സ്വതന്ത്രമായി മനുഷ്യന് സഞ്ചരിക്കാനും ജീവിക്കാനും ഉള്ള അവകാശം അത് നമ്മൾക്ക് പിടിച്ചു വാങ്ങണം. അതിന് എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ജയ് ഹിന്ദ്.